നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ തിരുവോണത്തിന് അവസാനവട്ട ഒരുക്കത്തിന് കണ്ണൂർ നഗരത്തിൽ കൂടുതൽ ആളുകൾ എത്തിയത് സ്റ്റേഡിയം പരിസരത്ത്. പൂക്കൾക്ക് തീ വിലയാണ്. കൂടുതൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കിയതിനാൽ ഗതാഗത സ്തംഭനം താരതമ്യേന കുറവാണ്. മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, വലിയ തിരക്ക് തന്നെയാണോ നഗരത്തിൽ അനുഭവപ്പെടുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണേന്ദു, ഉത്രാടപ്പാച്ചിലിന്റെ ഏറ്റവും വലിയ ആരവം നമുക്ക് കാണാൻ കഴിയുക കണ്ണൂർ സ്റ്റേഡിയം പരിസരത്താണ്. ഇവിടെ വലിയ ജനക്കൂട്ടമാണുള്ളത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ നിന്നും വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്റ്റേഡിയം പരിസരത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഫുട്പാത്ത് കച്ചവടം തകൃതിയായി തന്നെ നടക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കച്ചവടക്കാർ ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തമ്പടിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ തിരക്ക് ഈ ഇവിടങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ ഈ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തൊക്കെയാണ് ഇത്തരത്തിലുള്ള തിരക്ക് കണ്ടിരുന്നത്. അതിപ്പോൾ ഈ സ്റ്റേഡിയം പരിസരത്തേക്ക് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വസ്ത്രങ്ങളുണ്ട്, പൂക്കളുണ്ട്, മൺചട്ടികൾ, കലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഏത് സാധനങ്ങൾ വാങ്ങണമെങ്കിലും ഇപ്പോൾ ഈ സ്റ്റേഡിയം പരിസരത്ത് വന്നാൽ മതി എന്നുള്ള ഒരു സ്ഥിതിയാണുള്ളത്. വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അല്പം വിലക്കുറവ് കിട്ടും എന്നുള്ളത് കൊണ്ടാകാം ആളുകൾ ഇങ്ങനെ ഈ ഫുട്പാത്തിലേക്കൊക്കെ വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഓണത്തിന്റെ ഒരു ഓളം നമ്മൾ കാണുന്നത് ഈ സ്റ്റേഡിയം പരിസരത്ത് തന്നെയാണ്. എല്ലാ സാധനങ്ങളും കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഇതൊക്കെ തന്നെ ഒന്ന് നോക്കി പോകുന്നുണ്ട്. കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് കച്ചവടക്കാരോട് ചോദിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? കച്ചവടം അടിപൊളി, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മഴ ബാധിക്കുന്നുണ്ടോ? മഴയെ ബാധിക്കുന്നുള്ളൂ. മഴയില്ലെങ്കിൽ എല്ലാം അടിപൊളിയാണ്. എന്തായാലും ഈ ഉത്രാടപ്പാച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ വിലങ്ങുതടിയായി മാറുന്നത് മഴ തന്നെയാണ്. മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഷീറ്റൊക്കെ കെട്ടി അതിൻ്റെ ഒരു രസം കളയുന്നുണ്ട് ഈ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. എന്തായാലും ആളുകൾ ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരുക്കത്തിൽ അതിൻ്റെ ഒരുക്കങ്ങൾ സദ്യാവട്ടമൊക്കെ ഒരുക്കുന്നതിൻ്റെ തിരക്ക് അത് ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഈ മറ്റ് സാധനങ്ങൾ വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സ്റ്റേഡിയം പരിസരത്ത് ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ എത്തുന്നത്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കോർപ്പറേഷൻ ഈ ഭാഗം ഈ ആഘോഷവേളകളിലൊക്കെ തന്നെ ഈ സ്റ്റേഡിയം പരിസരം അത് ഫുട്പാത്ത് കച്ചവടത്തിനായി അങ്ങ് അനുവദിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് അതിൻ്റെ ഒരു ഓളം എന്നുള്ള രീതിയിൽ തന്നെ കാണുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മറ്റ് വ്യാപാരികൾക്ക്, കച്ചവടക്കാർക്കൊക്കെ വലിയ പ്രതിഷേധവുമുണ്ട്. അവരുടെ കച്ചവടത്തെ ബാധിക്കുന്ന രീതിയിൽ അവരുടെ വലിയ വാടകയൊക്കെ കൊടുത്ത് കച്ചവടം നടത്തുന്ന ആളുകളുടെ കടക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള ഫുട്പാത്ത് കച്ചവടം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അതവർ പറയുന്നുണ്ട്. എന്തായാലും ഓണത്തോടൊപ്പം തന്നെ ഇന്ന് നബിദിനത്തിന്റെ ആഘോഷം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഓണം മൂഡ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റേഡിയം പരിസരത്ത് നിന്നാണ് നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുക. ഓണത്തിൻ്റെ ഈ വലിയ ആഘോഷം അത് ഉത്രാടപ്പാച്ചിലാണ് അതിൻ്റെ ഏറ്റവും പാരമ്പര്യത്തിൽ എത്തുന്നത്. അതിനിടയിൽ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുകയാണ്. അത് അതിൻ്റെ രസം കൊല്ലിയായി നിൽക്കുന്നു. ഓറഞ്ച് അലേർട്ടാണ് കണ്ണൂരിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ട്. അങ്ങനെ ഓണം മഴയിൽ മുങ്ങുന്ന ഒരു സാഹചര്യം. ആ ഉത്രാടപ്പാച്ചിലിൻ്റെ ഏറ്റവും തിരക്കേറിയ സമയത്തും തിമിർത്ത് പെയ്യുകയാണ് മഴ. അത് വലിയ രീതിയിൽ ഈ കച്ചവടത്തെ ബാധിക്കുന്നുണ്ട് എന്ന് കച്ചവടക്കാർ പറയുകയും ചെയ്യുകയാണ്. ഈ ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം എന്ന് കേട്ടിട്ടുണ്ട്. ഓണത്തിനിടയിൽ ലോട്ടറി കച്ചവടം എങ്ങനെ? പുട്ട് കച്ചവടം ചെയ്യാറില്ല, ഞാൻ ലോട്ടറി കച്ചവടം ചെയ്യുന്നത്. 2013 മുതൽ ലോട്ടറി. എൻ്റെ പേര് ജിമ്മി ജോൺ ആണ്. ഞാൻ പാലക്കാട് ലോട്ടറിയാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൈസ് അടിച്ചാളാണ് പാലക്കാട്. ഞാനിവിടെ പാലക്കാട് ലോട്ടറി കൊണ്ട് വിൽക്കുമ്പോൾ ആൾക്കാർ എന്താ പറയണതോ, കള്ള ടിക്കറ്റ് ആണോ, സീൽ അടിച്ചതാണോ ഒക്കെ ചോദിക്കും. യഥാർത്ഥം ഞാനൊരു സത്യമായിട്ട് ജീവിക്കുന്നത്. ഞാൻ മാരത്തോൺ ഓട്ടക്കാരനാണ്. ഇവിടെ മൊത്തം എന്നെ അറിയാം. ചെമ്മണ്ണൂരിൻ്റെ അടുത്ത് ഓടിയ ആളാണ് ഞാൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം. പിന്നെ ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് സിനിമ ചെയ്യാറുണ്ട്. എനിക്കിഷ്ടം പാലക്കാട്. നമുക്ക് ഫുള്ള് വിശ്വാസമാണ്. കഴിഞ്ഞ പാലക്കാട് ടിക്കറ്റിന് എന്താ പ്രത്യേകത? പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി വിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. കുറച്ച് തമിഴ്നാട്ടിലേക്കൊക്കെ ലോട്ടറി പോകും. അപ്പോൾ കൂടുതൽ ലോട്ടറി പോകുന്നതിൻ്റെ പേരിൽ അവിടെ കൂടുതൽ പ്രൈസ് വീഴുന്നുണ്ട്. അതറിയോ? പിന്നെ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു സംഭവം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറയുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞാൻ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം വേളാങ്കണ്ണി പോയി മാതാവിനെ അടിച്ചു. ചങ്കത്ത് മാതാവിനെ അടിച്ച ആളാണ് ഞാൻ. ചങ്കത്ത് മാതാവ്
മാതാവിനെ അടിച്ചു. കാരണം ഇവിടെ LDF ഭരിച്ച് ഇവിടെ തൂഫാനും കൂഫാനും മണ്ണാങ്കട്ടയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ജീവിതം കോഞ്ഞാട്ടിയായി. അപ്പോൾ ഈ 10 വർഷം ഭരിച്ചപ്പോൾ ആകെ കോഞ്ഞാട്ടിയായി. ലോട്ടറി എല്ലാം നശിപ്പിച്ചിട്ടാ പോയെ. മൊത്തത്തിൽ കേരളം നശിപ്പിച്ചു. അപ്പോൾ പാലക്കാട് ലോട്ടറി എനിക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് ഈ പ്രാവശ്യം നല്ല പ്രൈസ് വീഴുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. മഴ ബാധിക്കുന്നുണ്ടോ? മഴ എനിക്ക് ബാധിക്കുന്നത്. ഞാൻ കുട ചൂടിയാണ് നടക്കുന്നത്. പക്ഷെ പൂക്കച്ചവടക്കാർക്കെല്ലാം അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അവർക്കൊക്കെ മഴ പെയ്ത് കഴിയുമ്പോൾ അവർക്ക് കച്ചവടം കുറയും. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണ്ടേ. ഓണം ബമ്പർ ഗംഭീരമായി നടക്കുന്നു. ഗംഭീരമായിട്ട് എനിക്ക് നടക്കുന്നുണ്ട്. എൻ്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് എൻ്റെ അടുത്ത് എല്ലാവരും ഒന്ന് ലോട്ടറി മേടിക്കുന്നുണ്ട്. കാരണം ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയായിട്ട് വയസ്സ് 65ആയി. എനിക്ക് എൻ്റെ ബർത്ത്ഡേക്കാണ് ഈ ലോട്ടറി ഞെറുക്കെടുപ്പ്. 26/9/1961 അന്ന് ഈ ലോട്ടറി ഞെറുക്കെടുപ്പ്. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാനിപ്പോൾ വേളാങ്കണ്ണി പോകും. 24-ാം തീയതി വേളാങ്കണ്ണി പോകും. എനിക്കൊരു ബമ്പറിലൊരു നല്ല പ്രൈസ് കിട്ടണം. അതിനുവേണ്ടിയാണ് വേളാങ്കണ്ണി പോകുന്നത്. ഇപ്പം കിട്ടുന്നുള്ള പ്രതീക്ഷ. പച്ചകുത്തിയതുകൊണ്ട് UDF അധികാരത്തിൽ വന്നു. ആ പച്ചകുത്തി മാതാവിനോട് പച്ചകുത്തി കൊണ്ട് കാര്യമില്ല. നമ്മൾ നല്ല വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ പറയുന്നു കേൾക്കും. പണ്ട് ഞാൻ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി വേളാങ്കണ്ണി പോയി തല മൊട്ടയടിച്ചു. പക്ഷേ സുരേഷ് ഗോപിയെ ജയിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ സ്വഭാവം മാറി. BJPയുടെ സ്വഭാവം മാറി. ശോഭാ സുരേന്ദ്രൻ വേണ്ടി അവിടെ പോയിട്ട് ഞാൻ റോഡ് ഷോ നടത്തി നല്ല ഡാൻസ് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് മാനസിക രോഗം വേണ്ട, നിങ്ങൾ ഡാൻസ് ചെയ്യണം. അപ്പം ഞാൻ അന്നേരം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി, ഞാനൊരു ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ദൈവം തന്നിരിക്കും. നിങ്ങൾ എവിടെ ഇലക്ഷന് നിൽക്കുന്നോ അവിടെ വെച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു പറഞ്ഞു. അവർ തോറ്റു. ഞാൻ മാതാവിനെ പോയിട്ട് പറഞ്ഞു അവളെ തോപ്പിക്കണേ എന്ന് പറഞ്ഞു. കാരണം നമ്മളെ മനുഷ്യത്വം കാണിക്കും. BJP ഇവിടെ കണ്ടമാനം കോടികൾ വരുന്നുണ്ട്. അവരെ കുറെ ആൾക്കാർ വീതം വെച്ച് പൈസ എടുക്കുവാണ്. അതറിയോ? ഓണത്തിലേക്ക് വന്ന കച്ചവടം അടിപൊളിയാണെന്ന് തന്നെയാണ്. അടിപൊളി കച്ചവടമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ പൂക്കച്ചവടക്കാരെല്ലാം ഈ മഴ പെയ്തിട്ട് പക്ഷെ ആർക്കും ദൈവവിശ്വാസമില്ല. പണ്ടത്തെ പോലെ ദൈവവിശ്വാസം ആർക്കുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കേരളം മുഴുവൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയോ? കൂടുതൽ പറയാനുണ്ട്, പറയുന്നില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ലോട്ടറി അടിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട് ഈ പ്രാവശ്യം. ഈ മഴ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കച്ചവടത്തെ ബാധിക്കുന്നു എന്ന് തന്നെയാണ് വ്യാപാരികളൊക്കെ തന്നെ പറയുന്നത്. വലിയ പ്രയാസമാണ്. നമുക്ക് വന്നിട്ട് സാധാരണ ലെവലിൽ ഇന്ന് ഉത്തരാട ദിവസം മഴ പെയ്യാതിരിക്കലാണ്. ഇന്ന് മഴ പെയ്തുകൊണ്ട് എല്ലാം ബാക്കിയാണ്. വലിയ നഷ്ടം തന്നെയാണ് നമുക്ക്. പിന്നെ കുറേ നനഞ്ഞു പോകും. അങ്ങനെ കുറേ വലിയ നിങ്ങളുടെയൊക്കെ ഒരു വർഷത്തെ ഒരു പ്രതീക്ഷയാണ് ഓണം. തീർച്ചയായിട്ടും നമ്മൾ ഒരു വർഷത്തെ പ്രതീക്ഷ തന്നെയാണ്. എന്താ ചെയ്യുക? അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല. ഇത് കുറച്ച് കഴിഞ്ഞാൽ മഴ നിൽക്കുന്നു പ്രതീക്ഷിക്കുന്നു. മഴ നിന്നാൽ കച്ചവടം കിട്ടും. എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ബാക്കിയൊക്കെ ഇവിടുത്തെ മൊത്തം കാക്കട്ടെ. ഈ വിലയൊക്കെ കുറവുണ്ടോ? ഈ വിലയൊക്കെ കുറവ് തന്നെ ഉള്ളൂ. നമ്മൾ വലിയ വിലയൊക്കെ 500 രൂപ ജോഡി, 400 രൂപ ജോഡി അങ്ങനെ റേഞ്ചിൽ വെക്കുന്നതാണ്. അതായത് 2 ബെഡ്ഷീറ്റിന് 400 രൂപ, 500 രൂപ ആ തോതിലാണ് വെക്കുന്നത്. അങ്ങനെ ഉള്ള കച്ചവടമാണ്. ഇവിടുന്ന് സാധനങ്ങളൊക്കെ വരുന്നത്. നമ്മൾ സാധനം വരുന്നത് നമ്മൾ കുത്താമ്പള്ളി കൈത്തറി നമ്മൾ ആ ഭാഗത്തുനിന്നാണ് വരുന്നത് അധികം. പിന്നെ വന്നിട്ട് നമ്മളിവിടുന്ന് തലശ്ശേരി നമുക്ക് ഇറക്കുന്ന സ്ഥിരം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്ന ബിസിനസ്. കച്ചവടം ഒന്നും നടന്നില്ലേ? ഇവിടെ ഒരു ഫ്ലാറ്റ് വന്ന് 6 ദിവസമായി. ഇന്നത്തെ 6 ദിവസമായി. എങ്ങനെ പ്രതീക്ഷിച്ച കച്ചവടം ഉണ്ടായി? ഇന്നാണ് കച്ചവടം കിട്ടേണ്ടത്. പക്ഷേ ഇന്നും മഴ കാരണം അതിൻ്റെ ഒരു നഷ്ടം തന്നെയാണ്. സാധാരണ ഇതൊന്നും ബാക്കി വരാറില്ല. രണ്ടാമത് എടുക്കലാണ് പതിവ്. പക്ഷേ കിട്ടിയില്ല. എന്തായാലും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന, അതായത് വ്യാപാരികളുടെ ഒക്കെ ഒരു കൊല്ലത്തെ ഒരു ഓണം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ഈ മഴ ശക്തമായി തന്നെ പെയ്യുന്നു. ഇടവിട്ട് അതിലൊരു ആശ്വാസം എന്ന് പറയുന്നത് ശക്തമായ മഴ പെയ്യുന്നു, അതിനുശേഷം അല്പം ഇടവേള കിട്ടുന്നു എന്നുള്ളതാണ്. ആ ഇടവേളയിലാണ് ഈ കച്ചവടമൊക്കെ നടക്കുന്നത്. എന്തായാലും ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ് ഈ കണ്ണൂർ സ്റ്റേഡിയം പരിസരത്ത്. ഇവിടെ ആകെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമുണ്ട്. അവിടെ ഒക്കെ ഇങ്ങനെ റോഡരികിൽ നിന്നുള്ള സാധനങ്ങൾ അല്പം വിലക്കുറവിൽ കിട്ടും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ആളുകൾ ഇങ്ങനെ ഈ തെരുവോര കച്ചവടം തേടി വരുന്നത്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. കൃഷി